എന്റെ മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറയുന്നത് ഷാജി സാറാണ്. അപ്പൊ ആ ഷാജി സാറും സ്വാമി സാർ എന്ന് പറയുമ്പോ ആ ഒരു പടത്തിനൊരു മമ്മൂക്ക. സസ്പെൻസ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എലിമെന്റ് ഉള്ള സിനിമയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അവസാനം കാണിക്കുന്ന ആൾ ചീറ്റി പോകരുത്. ഓ ഇയാളായിരുന്നോ എന്ന് ഓഡിയൻസിന് തോന്നാൻ പാടില്ല. അയ്യോ ഇയാളായിരുന്നു, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കണം. എനിക്ക് കേസുണ്ടായി ഈ ട്രൂത്തില്. ഞാൻ പോലീസ് ഓഫീസറെ വില്ലനാക്കിയെന്നും പറയും ഋഷിരാജ് സിംഗ് എന്നും പറഞ്ഞ DGP ഇല്ല, എനിക്കെതിരെ കേസ് കൊടുത്തു. ആദ്യം തോന്നിയത് ചേച്ചിക്കാണോ ചേട്ടനാണോ? രണ്ടുപേർക്കും തോന്നിയിട്ടുണ്ടായിരിക്കണം. പറഞ്ഞത് ഫൈറ്റ് സീൻ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വാണിയുടെ കാലില് ഒരു ലൈറ്റ് വീണു. വലിയൊരു ആക്സിഡന്റ് പറ്റി. അവിടുന്ന് പാമ്പ് വേണം നായകൻ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ആള് നന്നായിട്ട് കെയർ ചെയ്തു വാണിയെ. ആ ഒരു കെയർ ഒക്കെ കണ്ടപ്പോ ഒരു ഇഷ്ടം, ഒരു പ്രണയം എന്ന് പറയാൻ പറ്റൂല, ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടാവും. വാരി വലിച്ചിട്ട് അടി എന്ന് പറഞ്ഞ അമ്മാതി അടി എനിക്കിപ്പോ ആലോചിക്കുമ്പോ വിഷമം തോന്നുന്നു, ചിരി തോന്നുന്നു. ഇപ്പോഴാണ് നല്ല ഇടി കൊടുക്കേണ്ട കാര്യം ചെയ്യേണ്ട സമയം. ഇതാണ് റൈറ്റ് ടൈം പണി. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഓർത്ത് വെക്കുന്ന രീതിയിലുള്ള നല്ല കഥകളുടെ ഭാഗമാവാൻ ചേച്ചിക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ? അത്രയും ചേച്ചിയുടെ മനസ്സിലേക്ക് സ്പർശിച്ച, നമ്മ വെറുതെ പറയുന്ന പോലെയല്ല, ശരിക്കും ചേച്ചിനെ ഡീപ്പായിട്ട് പെയിൻഫുൾ ആക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുള്ള അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ. ശരിക്കും പറഞ്ഞ തെലുഗു ഫിലിംസ് എന്നൊക്കെ പറയുന്നത് ഒരു അടിപിടി പടങ്ങളായിരിക്കുമല്ലോ. SN സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ സ്ക്രിപ്റ്റ് തന്നെയാണ്, പറയാനൊന്നുമില്ല. വാണി ചേച്ചിയും നിങ്ങൾ തമ്മിൽ തന്നെയും കുറേ സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ശ്രീ SN സ്വാമിയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ വാണി ചേച്ചി അഭിനയിച്ച സിനിമകൾ. നമുക്ക് അതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോവാം. ട്രൂത്ത്, യെസ്, അതായിരുന്നു തുടക്കം. അതെ, ആ ഓർമ്മ സർ, അത് ആ കഥ എഴുതുമ്പോ, ആ കഥാപാത്രത്തെ എഴുതുമ്പോ എനിക്ക് ആക്ച്വലി മലയാളത്തിനേക്കാൾ, മലയാളത്തിൽ പേര് വന്നോ പടത്തിന്, പക്ഷെ തമിഴ്നാട്ടിലെ പടം കണ്ടിട്ട് ഉണ്മൈ എന്ന് പറഞ്ഞ എന്നാണ് ടൈറ്റിൽ ആയിരുന്നത്, ഉണ്മൈ. പക്ഷെ എന്ത് പേരായിരുന്നു എന്നറിയോ? എനിക്ക് എന്നെ തമിഴ് സിനിമ ഓഡിയൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. അങ്ങനെ അന്ന് സാർ അത് ആ കഥാപാത്രം എഴുതിയപ്പോ തന്നെ വാണി വിശ്വനാഥ് ആണ് ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടതെന്ന് സാർ മനസ്സിൽ കണ്ടിരുന്നു? എല്ലാത്തിനും ഇല്ല, ചിലതിൽ നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്യും. ഞാൻ പിന്നെ ത്രില്ലർ പടം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, IPL കാണുന്ന പോലെ തന്നെ ഇന്നൊരു ആരാധന മൂത്തതാണ്. പക്ഷെ സ്വാമി സാറിന്റെ പടം ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര ആരാധികയാണ് ഞാൻ. CBI ഡയറക്കുറിപ്പ്, ആ ഫുൾ ജാഗ്രത തുടങ്ങിയിട്ടുള്ള എല്ലാ പടങ്ങളും. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള. അപ്പൊ ഞാൻ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് ഷാജി സാറിന്റെ ത്രില്ലറാണോ പടം? ഞങ്ങളുടെ അടുത്ത് കുറച്ച് സസ്പെൻസ് ഒക്കെ ഒളിച്ചു വെച്ചിരുന്നു ലാസ്റ്റിലത്തെ ചില സംഭവങ്ങളൊക്കെ. അപ്പോ ത്രില്ലറാണോ എന്ന് ചോദിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെറുപ്പം മുതലേ ഭയങ്കര സന്തോഷമായിരുന്നു ആ പടം ചെയ്യാനായിട്ട്. സാർ സെറ്റിലെ ഷൂട്ടിംഗ് സമയത്തേക്ക് ത്രൂ ഔട്ട് സാർ ഉണ്ടാവാറുണ്ടോ? എന്നും ഒന്നും ഉണ്ടാവില്ല, എന്നാലും മിക്കവാറും എസ്പെഷ്യലി മെയിൻ ആയിട്ടുള്ള സ്റ്റാർ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഡൗട്ട്സോ ഇല്ലെങ്കിൽ കാരണം അവർ ഇൻവോൾവ് ആയിട്ട് അഭിനയിക്കണമെങ്കിൽ അവരുടെ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പൊ ക്യാരക്ടേഴ്സിന്റെ സ്കെച്ചും പോർട്രേറ്റും, അപ്പൊ അത് അത്തരം കാര്യങ്ങൾക്കായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പം സാർ നിങ്ങൾ ഈ കുനിഷ്ഠ കഥയായതുകൊണ്ട് അല്ലല്ല, ആ പടം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര, കാരണം എന്റെ മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറയുന്നത് ഷാജി സാറാണ്. അപ്പൊ ആ ഷാജി സാറും സ്വാമി സാർ എന്ന് പറയുമ്പോ ആ ഒരു പടത്തിനൊരു മമ്മൂക്ക. ഒരു ലിഫ്റ്റിലൊരു സീനില്ലേ, വളരെ എൻജോയ് ചെയ്ത സീനായിരുന്നു ലിഫ്റ്റിലുള്ളത്. അല്ല, ഇപ്പൊ സാർ ആദ്യമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചെയ്തത് ദ ട്രൂത്ത് എന്ന് പറഞ്ഞ മൂവിയാണ്. അപ്പൊ അതില് സാർ തിരക്കഥ എഴുതുക, കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്നേരം മനസ്സിൽ വാണി ചേച്ചി തന്നെയാണ് ആ സിനിമയ്ക്ക് വിചാരിച്ചത്? അത് എന്താ പറയാ, അതൊക്കെ നമ്മളിങ്ങനെ കഥ ക്യാരക്ടറായിട്ട് എഴുതി കഴിഞ്ഞിട്ട് ഡയറക്ടറൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യല്ലോ. പക്ഷെ അന്ന് അറിഞ്ഞത് എന്റെ ക്യാരക്ടർ ഒരു മെയിൽ ചെയ്യാനായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇല്ല അല്ലേ? എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഫസ്റ്റ് വന്നിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോ അതിനു മുമ്പ് ഒരു വാണിയുടെ ഒരു പോലീസ് ഓഫീസറുടെ വേഷം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു.
ഏത് പടം ഞാൻ മറക്കണില്ല. അതിനു മുമ്പ് വാണി അതിന് മുമ്പ് ട്രൂത്തിന് മുമ്പ് അഭിനയിച്ചൊരു പടം. അപ്പൊ അങ്ങനെ വന്നപ്പോ പിന്നെ നമ്മള് അത് വാണി പെട്ടെന്ന് തന്നെ ഇതായി. ഫിക്സ് ചെയ്തു. കിങ്ങിന് ശേഷമാണല്ലോ ഷാഹി സാറിന്റെ പടം ചെയ്യുന്നത്. ഓക്കേ. അപ്പൊ അതിന്റെ ഇതായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് സർ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നു, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴാണെങ്കിലും ഓക്കെ വാണി വിശ്വനാഥ് വന്നു, ആ ക്യാരക്ടർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പിന്നാമ്പുറയില് ഓക്കെ വാണി അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാണിയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിക്കുക, പേപ്പറിൽ നമ്മൾ എഴുതുന്നതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ഇവരെ പോലത്തെ ആക്ടേഴ്സ് അത് പ്ലേ ചെയ്ത് കാണിക്കുമ്പോഴേ അങ്ങനത്തെ അതിപ്പോ അവരുടെ മുമ്പിൽ പറഞ്ഞാൽ ശരിയല്ല. എന്നാലും സർ പറയൂ ആ പിന്നാമ്പുറ കഥകൾ. തീർച്ചയായും അവര് ഷീസ് എ വെരി ഗുഡ് പെർഫോം, ഡൗട്ട് ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ. ചേച്ചിക്ക് പിന്നെ ദ ട്രൂത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് ചെയ്തത് എന്താ വേറൊരു മൂവി ഉണ്ടല്ലോ, 1-2 സിനിമ പിന്നെ നമ്മള് ഇത് ചെയ്തു, താരാദാസിൽ ഞാനൊരു ഗസ്റ്റ് റോൾ പോലെ ചെയ്തിരുന്നു. ഓക്കെ. അല്ല ആ അല്ല പടത്തിൽ വേറൊരു മൂവിയും കൂടെ ചെയ്തിട്ടുണ്ട്, നരിമാനത്ത് ചേച്ചി ഉണ്ടോ? നരിമാനിലില്ല. ചേച്ചി ചെയ്തിട്ടില്ല. നരിമാനിലുണ്ടായിരുന്നില്ലേ? ഇല്ല നരിമാനില്ല. ചേച്ചി ചെയ്തിട്ടില്ല. എന്റെ ഓർമ്മയില് ചേച്ചി ഉണ്ടോ എന്നൊരു സംശയമായിരുന്നു. ഓർമ്മയില്ല കേട്ടോ. കുറെ ആയതുകൊണ്ട്. ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പല സിനിമകളും ചേച്ചി ഫോളോ ചെയ്യുന്നുണ്ട്. കാണുമ്പോ തന്നെ ചേച്ചി വിളിക്കാതെ ഇവര് ചെയ്തു പോയ സിനിമകൾ കണ്ടപ്പോൾ ഇപ്പൊ ഈ ചേച്ചിക്ക് ഇഷ്ടമുള്ള ജോണറാണ് മിക്ക മൂവീസും. അപ്പൊ ഇതിനകത്തെ ക്യാരക്ടർ എന്നെ വിളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എനിക്ക് കൂടുതലും നന്നാക്കാമായിരുന്നു. ഇതിനു മുമ്പ് പറഞ്ഞ പോലെ വല്ല നായകന്മാരുടെ ക്യാരക്ടറൊക്കെ ആഗ്രഹിക്കുള്ളൂ. നായികയുടെ ക്യാരക്ടറിനേക്കാൾ ഞാൻ കൂടുതൽ സ്വാമി സാർ എഴുതിയ നായകന്മാരുടെ ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ നമ്മളെ പടത്തിൽ അങ്ങനെ നായികക്കായിട്ട് വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ പ്രാധാന്യം കുറവ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ അവരെയൊക്കെ കാണുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട്, അല്ലാണ്ട് നമ്മള് ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ ആ ഒരു സങ്കല്പം ഇല്ലായിരുന്നു പണ്ട് മുതലേ എനിക്ക്. സാർ ആണെങ്കിലും കൂടുതലും ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവീസ് ആണ് കൂടുതലും ചെയ്തിരിക്കുന്നത് അല്ലേ? സാറിന് എന്തുകൊണ്ട് സാറിന്റെ ഫേവറേറ്റ് ജോണർ അങ്ങനെയാണോ? അത് എങ്ങനെയൊക്കെ എഴുതി വന്നാലും ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ എങ്ങനെ എഴുതിയാലും കൊണ്ട് അവസാനിപ്പിക്കാൻ അത് 1-2 ട്വിസ്റ്റ് ആണ്. നമ്മൾ ഇത് വിചാരിക്കുമ്പോഴത്തേക്ക് അവിടുന്ന് നമ്മളെ വേറെ വഴിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഇങ്ങനെ ആദ്യമൊക്കെ കണ്ണീരും കൈമ എഴുതിയ കഥകളാണ്. ഒന്നിലേക്ക് കള്ളനായിരുന്നിരിക്കണം, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ആയിരുന്നിരിക്കണം. ഇല്ല, അന്നേരോട് മേനക ചോദിക്കും, സ്വാമി ഞാൻ എത്ര രൂപ ഗ്ലിസറെ കൊണ്ടുവരണം എന്ന് ചോദിക്കും. പിന്നെ ബേബി ശാലിനി, മമ്മൂട്ടി, ബെൻസ് കാറ്, ഒരുപാട് ബ്രാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ അത് അവിടെ മാറ്റം 20-ാം നൂറ്റാണ്ടിനാ. അങ്ങനെ ഒരു മാറ്റം അത് സാർ തന്നെ കോൺഷ്യസ് ആയിട്ട് വന്നതാണോ? അതെ, എനിക്ക് ഈ ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു പ്രശ്നം, ഈ മാറ്റം എന്ന് നമ്മളങ്ങനെ ഒരു കഥ എഴുതി അങ്ങനെ നമ്മളങ്ങനെ ഫിക്സഡ് ഇതല്ലല്ലോ, ആ കഥ മാത്രമേ ഇല്ലെങ്കിൽ ആ ജേണലിലെ കഥ മാത്രമേ എഴുതാം എങ്ങനെ ഇല്ലല്ലോ. നമുക്കങ്ങനെ മാറ്റം വേണം, വേറൊരു ടൈപ്പ് ആഗ്രഹം വന്ന് ആ ടൈപ്പ് എഴുതി. അതെല്ലാം ഓൾ ഡിപ്പെൻസ് ഇപ്പോൾ നമുക്കുണ്ടാവുന്ന ഇമാജിനേഷൻ എന്നുള്ള ഡെവലപ്മെന്റ്സാ. ഓക്കെ. അല്ല അത് ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാർ, അവരെങ്ങനെയൊക്കെ എഴുതിയാലും അത് വന്ന് എൻറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ത്രില്ലർ മൂഡിലേക്കോ, അല്ലെങ്കിൽ ചിലരുടെ ഒരു കോമഡി ആണെങ്കിൽ അത് എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കും ചില ആൾക്കാരിൽ. എൻ്റെ മിക്കവാറും സിനിമകളുടെയൊക്കെ ഏതാണ്ട് എൻഡിങ് എങ്ങനെയാണെന്ന് ആദ്യമേ തീരുമാനിക്കും. എന്തെങ്കിലും മനസ്സിലാവും. അതിനെ മാറ്റുന്നതായിരിക്കും പുള്ളിയുടെ ബുദ്ധി. നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കും. നമുക്ക് ഒരുപാട് സസ്പെൻസ് ഉള്ള സിനിമയില്, പക്ഷെ അതിന്റെ ഒറിജിനൽ അറിയാമല്ലോ, കൊണ്ടുപോകുന്നതിലാണ് അവിടെ ആ കഥ വിജയിക്കുന്നത്. നമുക്ക് ഒരുപാട് പേരെ സംശയം ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു ഇത് നടക്കണം, നമ്മൾ വിചാരിക്കും ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ രമ്യ ആയിരിക്കും, അല്ലെങ്കിൽ വന്നിരിക്കുന്ന വാണി വിശ്വനാഥ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അതിനെ മാറ്റി മറിച്ച് പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന ആ ഒരു ഇടം ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറിലേക്ക്, അതാണ് ത്രില്ലർ എന്ന് പറയുന്നത്. അവിടെയാണ് വിജയിക്കുന്നത്. ഓക്കെ. ദ ട്രൂത്തിന് ശേഷം പിന്നെ ചെയ്തത് എനിക്ക് സാറിന്റെ തന്നെ ബൽറാം വേഴ്സസ് താരാദാസിനകത്ത് ചേച്ചി MLA യുടെ ഒരു ക്യാരക്ടർ ചെയ്തു. എന്താ ക്യാരക്ടറിന്റെ പേര്? റാണി മാത്യു എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു ചേച്ചിയുടെ കഥാപാത്രത്തിന്റെ പേര്. പുള്ളിക്കാരൻ പറഞ്ഞു അല്ല, പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ക്യാരക്ടർ വന്ന് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വിളിച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച മൂവിയായിരുന്നു അത്. അങ്ങനെ നിർബന്ധിക്കാൻ ഞാൻ ആക്ടിങ് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത്. അതെ, ആ സമയത്ത് ഞാൻ പിന്നെ ഒരു തമിഴ് പടം ബാലചന്ദ്ര സാറിന്റെ മൂവി ഒരെണ്ണം ചെയ്തു. അതും ബാലചന്ദ്ര സാറും അവരൊക്കെ കൂടി ശശി സാറും എല്ലാവരും കൂടിയിട്ട് വാണി ചെയ്യണം ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ് ചെയ്ത ഒരു മൂവിയാണ്. ഓക്കെ. ഇനി സാർ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ ചില കഥാപാത്രങ്ങൾ ഇപ്പൊ സാറും ഇവരുടെയൊക്കെ പല ആക്ടേഴ്സിന്റെ പല മൂവീസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ സാറൊക്കെ പുതിയതായിട്ടൊരു കഥ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കും ആ ഒരു ആക്ടറിന്റെ മേളിലുള്ള ഒരു വിശ്വാസം വരുമല്ലോ. ഓക്കെ, ഈ ഒരു കഥാപാത്രത്തിനെ ഇവര് വളരെ നല്ല രീതിയിൽ അവര് നന്നായിട്ട് ചെയ്യും, നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം
എങ്ങനെയാണെങ്കിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ മനസ്സിലേക്കും എത്തിപ്പെടും അല്ലേ? അത് എൻ്റെ ഒരാളുടെ മാത്രം വിശ്വാസം കൊണ്ട് കാര്യമില്ല. ഓക്കെ. അത് പിക്ചറൈസ് ചെയ്യുന്ന ഡയറക്ടറുടെയും കൂടെ ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് ക്യാരക്ടർ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസും ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുകൂടാണ്ട് ചിലതൊക്കെ നമുക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വരില്ല. നമ്മളുടെ ഒരുമാതിരി മനസ്സിലകത്തിലൊക്കെ ഏത് കാരിക്കേച്ചറാണോ അതിന് യോജിച്ചൊരു ഫിഗറാണ് മുഖമാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഫിക്സ് ചെയ്ത് പോകും. ഓക്കെ. പക്ഷെ ഇപ്പൊ വാണി ചേച്ചി എന്ന് പറയുന്ന ഒരാള് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇപ്പൊ വാണി ഇങ്ങനെ ഒരു കഥാപാത്രം എഴുതുമ്പോൾ ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് എല്ലാ സ്ത്രീകൾക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ബോഡി ലാംഗ്വേജ് മാനറിസംസ് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്. പക്ഷെ അവിടെ വാണി വിശ്വനാഥിനെ പ്ലേസ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ. അതിനെ സാർ അങ്ങനത്തെ ഒരു ചർച്ചകളോ അങ്ങനത്തെ എന്തെങ്കിലും സാർ? അല്ല, അതൊക്കെയാണ് ആ കോൺഫിഡൻസിന്റെ പ്രോസസ്സാണ് ഈ ചർച്ചകളും അതിനെ കുറിച്ചിട്ടുള്ള ഡീപ് ഡിസ്കഷൻ. അവരുടെ അതായിരിക്കും. നമുക്ക് അങ്ങനെ ഞാനിപ്പോ ഇനി എന്തെല്ലാം തീരുമാനിച്ചാലും അത് ഡയറക്റ്റ് ചെയ്യുന്ന സംവിധായകന്റെയും ബാക്കിയുള്ള പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാരുടെ എല്ലാവരുടെയും ഉപദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കണം. ചേച്ചിയുടെ ഫേവറേറ്റ് ഇതേപോലെ ആക്ട് ചെയ്യുന്നതിൽ മാത്രമല്ല കാണുന്നതിലും ചേച്ചിക്ക് കൂടുതലും ഇഷ്ടമുള്ള ജോണർ എന്ന് പറയുന്നത് ത്രില്ലർ മൂവി തന്നെയാണോ? അതെ അതെ, ഞാൻ ഫസ്റ്റ് അതാണ് തപ്പുക. OTT ആയിരുന്നെങ്കിൽ മൊത്തം ഫസ്റ്റ് അതൊക്കെ മാക്സിമം കഴിച്ചിട്ടായിരിക്കും അടുത്തതിലേക്ക് പോവുക. അപ്പൊ ചേച്ചി വാനർമത്തയിലൊക്കെ വന്ന സമയത്ത് അവിടെ ഫുൾ സെറ്റിൽ ഫുൾ ചിരിയും ബഹളവും വേറെ തന്നെ ഒരു മൂഡായിരുന്നില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു മൂഡിലേക്ക് വരിക, ആ വൈബിൽ വരിക, ആ ഒരു സീക്വൻസ് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് ശരിക്കും എത്രത്തോളം? ഒരുപാട് ചിരിച്ചിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് പൈസ പ്രൊഡ്യൂസറുടെ പോയിട്ടുണ്ടാവും. അന്ന് ഫിലിം എന്ന് പറയുന്നത് ഭയങ്കര വാല്യൂ ഉള്ള സമയമല്ല. ഒരു സീൻ നടന്ന് അതിന്റെ ഇടയിൽ വരുമ്പോഴേക്കും ഞാൻ ചിരിക്കും. ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാനേ പറ്റില്ല. അതിന്റെ ചേട്ടൻ മുകേഷ്, സായികുമാർ ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ കൂടി അഭിനയിക്കുമ്പോൾ നമുക്ക് ചിരി വന്നു പോകും. കാരണം ഞാൻ തെലുഗു ലോകത്ത് നിന്നാണ്, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളായിരുന്നല്ലോ കൂടുതൽ. പെട്ടെന്നാണ് ഒരു കോമഡി ഫിലിമിൽ വന്ന് അഭിനയിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര രസമായിരുന്നു അപ്പൊ ആ സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചിരിച്ചിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം കട്ട് പറയേണ്ടി വന്നിട്ടുണ്ട്. എന്താ വാണി ഇത്, അവർക്ക് എന്നെ ചീത്ത വിളിക്കാനും പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാന് വാണിയുടെ ഒരു വളരെ ഫേമസ് ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വേറൊരു സ്റ്റൈല് തന്നെയായിരുന്നു ചേച്ചിയുടെ ഹെയർ സ്റ്റൈലും സാരി, അതിൽ ചേച്ചിയുടെ കുറെ ഒരു മൂവ്മെന്റ്സും അതൊക്കെ ഔട്ട്ഡോർ ഇവിടെ ഈ ഫോട്ടോ ഷൂട്ട് ചെയ്ത അമ്പലത്തില് പബ്ലിക്കിന്റെ നടുവില് പബ്ലിക്കിന്റെ ഇടയിലായിരുന്നു. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ദ ട്രൂത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഷാജി കൈലാസ് സാർ അദ്ദേഹം ഈ ട്രൂത്തിനകത്ത് ഒരു ഫോട്ടോ അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു. അത് ലൊക്കേഷനിലെ ഫോട്ടോ ആണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ദ ട്രൂത്ത് ഇത്രയും വിജയമാവാനുള്ള ഏറ്റവും വലിയൊരു കാരണം അതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്ത ശ്രീ SN സ്വാമിയാണ്. പിന്നെ അതിനകത്ത് വാണിചേച്ചി ചെയ്തിരിക്കുന്ന കഥാപാത്രം അത് വാണിചേച്ചി തന്നെ ചെയ്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ താഴത്തെ കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഇനി അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുമോ എന്നൊക്കെ പല കമന്റ്സും ഒക്കെ വന്നപ്പം അന്ന് ഷായി ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രീ SN സ്വാമി അദ്ദേഹം ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എഴുതാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിലും വാണി വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു ആക്ടർ തന്നെ അതിൽ പിന്നീട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അത് കഥയോ അതൊന്നും നോക്കണ്ട, അങ്ങനെ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കഥയുടെ സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് 4 വാക്കുകൊണ്ട് വരും. അതിന്റെ കണ്ടന്റ് എന്നുള്ള സാധനം ഉണ്ടാക്കിയെടുക്കാനുള്ള പാട് വേറെയാണ്. അത് എന്നാ ശരിക്കും പറഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ ആ ഡെത്തിന്റെ ഇൻസ്പിറേഷനാണ് ട്രൂത്ത് ഉണ്ടായത്. അതെ അതെ, അത് മനസ്സിലാക്കണം. പിന്നെ അതിന്റെ ആ ഒരു ആൺവേഷം എന്നുള്ള ഒരു അതേപോലെ രാജീവ് ഗാന്ധിയുടെ സിലോൺ ഇൻസിഡന്റ് ആണ് ഓഗസ്റ്റ് 15 സിനിമ ഉണ്ടായത്. പെരുമാളെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി ഭയങ്കര ഹിറ്റായ പടമാണ്, മനസ്സിലായില്ലേ? അതുപോലെ നമുക്ക് എന്തെങ്കിലും ലൈഫിൽ നിന്ന് നടക്കണ ഏതെങ്കിലും ഇൻസിഡന്റ് ഇൻസ്പയർ ചെയ്താലേ നമുക്ക് എഴുതാനൊരു സുഖം കിട്ടുള്ളൂ. സാറിന് ഏറ്റവും കൂടുതൽ ഇപ്പം എഴുതി തുടങ്ങുമ്പോഴും അതിന്റെ ഒരു ക്ലൈമാക്സ് സീനിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതിന് നല്ല ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ, ഒരു ട്വിസ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ചാലഞ്ചിങ് ആണ് ഒരു സ്ക്രീൻ റൈറ്റർ. അത് ഈ സസ്പെൻസ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എലിമെന്റ് ഉള്ള സിനിമയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കഥയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അവസാനം കാണിക്കുന്ന ആൾ ചീറ്റിപ്പോകരുത്. ഓ ഇയാളായിരുന്നോ എന്ന് ഓഡിയൻസിന് തോന്നാൻ പറ്റില്ല. അയ്യോ ഇയാളായിരുന്നു, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ വേണം.
അതിനോടുള്ള അപ്രോച്ചും കാര്യങ്ങളും വ്യത്യാസം വരാം. ഓക്കെ, അപ്പൊ എത്രത്തോളം ആലോചിച്ച് എങ്ങനെയൊക്കെ എതിരിന്നിട്ടായിരിക്കുമല്ലോ ഇവർ അത്രയും നല്ലൊരു സ്ക്രീൻ പ്ലേ ആയിട്ട് പ്രാവശ്യം കണ്ടാലും എടുക്കാത്ത CBI ഡയറക്ടർ. നമുക്ക് അറിയാം ഇന്ന ആളാണ് കൊന്നതെന്ന് അറിഞ്ഞാൽ പോലും. എനിക്ക് കേസുണ്ടായി. ഈ ട്രൂത്തിൽ ഞാൻ പോലീസ് ഓഫീസറെ വില്ലനാക്കിയെന്നും പറഞ്ഞ് ഋഷിരാജ് സിംഗ് എന്നും പറഞ്ഞ DGP ഇല്ലേ, എനിക്കെതിരെ കേസ് കൊടുത്തു. പോലീസിന് ഞാൻ മുരളിച്ചേട്ടന്റെ ക്യാരക്ടർ ചെയ്താണോ സ്വാമി സർ? മുരളിച്ചേട്ടന്റെ ക്യാരക്ടർ അങ്ങനെയല്ല, പുള്ളി മുരളി എന്നല്ല പറഞ്ഞ, ഒരു പോലീസ് ഓഫീസറെ വില്ലനാക്കിയത് പുള്ളിക്ക് ഇഷ്ടമായില്ല. പുള്ളി കൊണ്ട് ഞാനൊക്കെ ബിഗിനിങ് അതിലൊരു നെഗറ്റീവ് ടച്ച് ഉള്ള ക്യാരക്ടറാണ്. പുള്ളി കേസ് കൊടുത്തു. ഓക്കെ, എന്തായാലും സർ ഇങ്ങനെ നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഇങ്ങനെ വാണിചേച്ചിയുടെ ഈ ഒരു ഷോയിലേക്ക് സർ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഇങ്ങനെ ഒരു സർപ്രൈസ് ചെയ്യാനായിട്ട് സാറ് വന്നല്ലോ, ഒരുപാട് സന്തോഷമുണ്ട് സർ. ചേച്ചിയുടെ സിനിമാ കഥകളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഗ്യാങ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ബാബുരാജ് ഏട്ടൻ ഒരുമിച്ച് പരിചയപ്പെടുന്നത്. അതിൽ ഏറ്റവും ഈ ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ആ സെറ്റില് ബാബുചേട്ടൻ ഏതൊരു പാട്ട് പാടി ചേച്ചി എണീറ്റ് അവിടെ ഓടി എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. സത്യമാണോ? അതല്ല, പുള്ളിയെ കണ്ടപ്പോഴും സംസാരിച്ചപ്പോഴും പാട്ടിനെ പറ്റിയിട്ട് വലിയ പിടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങള് പല്ലവി ചരണം പാടിയിട്ട് അതിന്റെ പല്ലവി ഏതാണെന്ന് പല്ലവി പറഞ്ഞിട്ട് അതിന്റെ ചരണം ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഞാനൊരു ചരണം എന്തോ പറഞ്ഞപ്പോ അതിന്റെ പല്ലവി പുള്ളിക്കാരെ കറക്റ്റാ പറഞ്ഞു. അങ്ങനെ ഓടി. അങ്ങനെ പിന്നെ അടുത്ത് അങ്ങനെയാണ് ജീവിതത്തിലേക്ക് വന്നത്. ആ ഒരു പ്രണയ കഥകളിലും കൂടെ പറഞ്ഞു പോവാൻ ചേച്ചി. എന്ത് പ്രണയം! എന്നാലും ആ ഒരു സ്പാർക്ക് ആദ്യം തോന്നിയത് ചേച്ചിക്കാണോ ചേട്ടനാണോ? രണ്ടുപേർക്കും തോന്നിയിട്ടുണ്ടായിരിക്കണം. പറഞ്ഞത് ഞാനായിരിക്കും പറഞ്ഞത്. ചേച്ചി അതെങ്ങനെയാ പറഞ്ഞിട്ടുണ്ട്? സെറ്റിൽ തന്നെയാണോ അതോ നിങ്ങൾ ആ സെറ്റിൽ തന്നെയാണോ അതോ? സെറ്റിൽ തന്നെയാണ്. സെറ്റിൽ പടം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഒരുപാട് സമയം സംസാരിക്കും. അങ്ങനെ ഫോൺകാർക്ക് കാശ് കൂടുതൽ കൊടുത്ത് അന്നൊക്കെ സ്റ്റേഡിയം സംഭവങ്ങളൊക്കെ അല്ലേ, അങ്ങനെ ഒരുപാട് സംസാരിച്ച് അങ്ങനെ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് കാണുമ്പോൾ നമ്മൾ ഭയങ്കര പവർഫുൾ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ വരുന്ന രണ്ടുപേരാണ്. ഒന്നാണാണോ ഒന്ന് പെണ്ണാണെന്നുള്ള വ്യത്യാസം മാത്രം. ഓക്കെ, പക്ഷെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ആരാണ് ഇതിലെ പുലി, ആരാണ് പൂച്ച? അല്ല, ഞാനായിരിക്കും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും ഞാനാണ് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം പുള്ളിക്ക് ഇറങ്ങി പോകുന്ന ഒരു ഇതിലേക്ക് പുള്ളി മൈൻഡിലേക്ക് വരികയില്ലേ. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങി പോകാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് മാറ്റിപ്പോയതാണ്. അവിടെ അഡ്ജസ്റ്റ് വിചാരിക്കും. ഇപ്പൊക്കെ കുഴപ്പമില്ല, ഞാനും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു തുടങ്ങി. ഇപ്പോഴാണ്. പക്ഷെ അത് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. കാരണം വാണിചേച്ചി വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ആ ഒരാളും അല്ലല്ല, സംസാരം എപ്പോഴും ഉണ്ടായിരിക്കും. അത് ഉരുളയ്ക്ക് ഉപ്പേരി അപ്പപ്പോ കൊടുത്തേക്കും. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് പറയുമ്പോ അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്, അതാണ് ബിറ്റ്വീൻ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളപ്പോഴാണ് സ്മൂത്ത് ആയിട്ട് ഫാമിലി ലൈഫ് മുന്നോട്ട് പോവുക. പക്ഷെ എന്നാലും ഞാൻ ബാബുചേട്ടൻ ഒരു ദിവസം ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അവള് വീട്ടിൽ ഫുൾ ടൈം പൂജയും ബഹളും, പക്ഷെ ഞാൻ വീട്ടിൽ പോയ പാവാണ് അവളാണ്. അങ്ങനെ പാവം എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നുമില്ല. എങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആണ്. ചില കാര്യങ്ങളിൽ ഞാനായിരിക്കും മേലെ നിൽക്കുക, ചില കാര്യങ്ങൾക്ക് പുള്ളിയായിരിക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്നിട്ട് ബാബുചേട്ടൻ നേരെ തിരിച്ചറിഞ്ഞു. നമുക്ക് ഇനി പെട്ടെന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് റാപ്പിഡ് ഫയർ ഒരു റൗണ്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഒറ്റ വാക്കിൽ ചേച്ചി പെട്ടെന്ന് ടപ്പേന്ന് ഉത്തരം പറഞ്ഞോണം. റിയൽ ലൈഫില് പോലീസ് ആകുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ചേച്ചി? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആണോ? എങ്കിലും ഈ ആളെ കൊണ്ട്, ഈ ഒരു ഓഫീസറെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു മറ്റുള്ളവർക്ക്, ജനങ്ങൾക്ക് നല്ലത്. ഒരു കാലത്തെ മലയാള സിനിമയുടെ നാടിയും നട്ടലും രോമാഞ്ചവും ഒക്കെ ഇതിഹാസ നായികയായ സകല പ്രേക്ഷകരുടെയും ഇഷ്ട നടിയും ആയ വാണി വിശ്വനാഥിനെ പറ്റി രണ്ടു വാക്ക് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്റെ കൂടെ അഭിനയിച്ച മനോജ് പേൻ നായകനായി അഭിനയിച്ച സ്വർണ്ണക്കിരീടം എന്ന ചിത്രമാണ്. അതുപോലെ ഒരുപാട് നായിക കഥാപാത്രങ്ങളും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള പോലീസ് വേഷങ്ങളും ക്യാരക്ടറുകളും ധാരാളമായി ചെയ്തിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും
ഒരന്വേഷണത്തിന്റെ തുടക്കം, റൈഫിൾ ക്ലബ് എന്നീ സിനിമകളുടെ വാണി വിശ്വാസ് തിരിച്ചു വരികയാണ്. ഇനി വളരെ നാളുകൾ വളരെ സജീവമായി മലയാള സിനിമയ്ക്ക് ഒരു അവിഭാജ്യ ഘടകമായി തീരട്ടെ. ഒത്തിരി ഒത്തിരി നന്മകൾ നേരുന്നു, ഒരുപാട് ആശംസ നേരുന്നു. ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല റോളുകൾ ചെയ്ത് പ്രേക്ഷകരുടെ കയ്യിൽ വാങ്ങി വളരെ നല്ല രീതിയിൽ മലയാള സിനിമയെ വളർത്തുവാൻ സഹായകരമായിട്ട് വാണി വിശ്വനാഥിന്റെ സാന്നിധ്യമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. തുടർന്നുള്ള സിനിമ വൻ വിജയമായി തീരട്ടെ. ഓൾ ദി ബെസ്റ്റ് വാണി വിശ്വനാഥ്. ശ്രീ സ്ഫടികം ജോർജ്, നിങ്ങൾ ഒരുമിച്ച് സ്വർണ്ണ കിരീടത്തിൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പറയുന്നത് സ്വർണ്ണ കിരീടമാണ്. സ്വർണ്ണ കിരീടമായിരിക്കും. ഓക്കെ ഓക്കെ. എന്തെങ്കിലും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ചേച്ചിയുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിന്റെ ഞങ്ങള് ഇതുപോലെ എന്താ പറയാ വാക്ക് തർക്കത്തിലൂടെ ഒക്കെ സിനിമയില് ഒരുപാട് അങ്ങനെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി സിനിമയിൽ കാണുന്ന പോലെ ശരിക്കും സ്ഫടികം എന്ന് ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു സ്ഫടികം തന്നെയാണ് പുള്ളിക്കാരൻ. നല്ല സ്വഭാവവും എല്ലാം, ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് എന്നൊക്കെ പറയാൻ. ഈ ജോർജ് ചേട്ടനാണെങ്കിലും അതേ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും നമ്മള് പേടി നമുക്ക് അങ്ങനെയല്ലേ, ഇങ്ങനെയൊക്കെ തോന്നുമ്പോ ശരിക്കും ആള് ശരിക്കും എങ്ങനെയാ? അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര പാവായിരിക്കും, വളരെ സ്വീറ്റ് ആണ്. നമുക്കും ആദ്യമായിട്ട് കാണുമ്പോ നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ സ്ഫടികമൊക്കെ കണ്ടതിന്റെ ഒരു ഇത്. പക്ഷെ ഭയങ്കര സ്വീറ്റ് ആണ്. പിന്നെ പുള്ളീനെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടൊക്കെ പറയുന്ന ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എനിക്ക് ഭാവം തോന്നുന്നു, ദൈവമേ ഞാനല്ലേ ഈ വിളിക്കുന്നതെന്നൊക്കെ. അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം ജോർജ് ചേട്ടാ എന്നെ പറ്റി ഇങ്ങനെ സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്. എല്ലാവരും വീട്ടിലുള്ളവരെല്ലാവരെയും അന്വേഷിച്ചായിട്ട് പറയാം. ഓക്കെ ചേച്ചി. ഓക്കെ, ഇനി നമ്മൾ പ്രണയത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചേച്ചി ഇതല്ലേ പ്രണയത്തെ കുറിച്ച് പറഞ്ഞത്, ഞാൻ ഒരാളെ ഫോണിലേക്ക് കണക്ട് ചെയ്യട്ടെ. ഓക്കെ, അവിടെ വാണി ചേച്ചിയാണോ ബാബുചേട്ടനാണോ ഇത് പറഞ്ഞതെന്നുള്ളതിനൊക്കെ കറക്റ്റ് ആൻസർ നമുക്ക് ഇപ്പോൾ കിട്ടും. ആരായിരിക്കും നോക്കാം. അതൊക്കെ ചേച്ചി തന്നെ കണ്ടുപിടിച്ചോണം. കണക്ട് ചെയ്യപ്പോ നിങ്ങളുടെ പ്രണയത്തെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ചേച്ചി. ആരോട് അത് ആദ്യം ഡിസ്കസ് ചെയ്യുന്നതെന്ന് ആലോചിച്ചെങ്കിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. നോക്കിക്കോ, സ്പീക്കറിലാണോ? അതെ. ഹലോ ഹലോ, ഞാൻ വാണി ചേച്ചിക്ക് ഫോൺ കൊടുക്കാമേ. കേൾക്കുന്നുണ്ടോ? ഞാൻ വാണി ചേച്ചിക്ക് ഫോൺ കൊടുക്കാം. അച്ചപ്പൂ, അതൊക്കെ വേഗം മനസ്സിലാവില്ലേ? മനസ്സിലാവും. എന്താണ് വിശേഷങ്ങൾ? സർപ്രൈസ് ആയിട്ട് വീഡിയോ ആയിട്ട് വരണോന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തൊക്കെ വെച്ചതാണ്. നമ്മൾ തമ്മിൽ സംസാരിക്കുമെങ്കിലും ഞാൻ പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ പറയാതിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ കൊല്ലത്തെ നാട്ടിലെ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ മോനെ ഞങ്ങള് അച്ചപ്പൂന്ന് വിളിക്കുക. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ തരാൻ പറ്റാതിരുന്നത്. വീഡിയോ ആയിട്ട് ഞാൻ നല്ലൊരു ഉഗ്ര ചോദ്യമായിട്ട് വരണോന്ന് വിചാരിച്ചത്. ഓ, വരായിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊല്ലത്താ നാട്ടിലെ പെങ്ങളുടെ മോനൊരു ആക്സിഡന്റ് പറ്റി ഇവിടെ ഹോസ്പിറ്റലിൽ NS-ലാണ്. എനിക്ക് നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്കൊരു സംശയം, വെറുതെ ഇനി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് വെറുതെ. കാരണം പൊന്നുമ്മ ചേച്ചി അങ്ങനെ വന്നു. പൊന്നൂസ് അതുപോലെ വന്നു, എന്നോട് ഇങ്ങനെ അഭിനയിച്ചിട്ട് പെട്ടെന്ന് കയറി വന്നു. അപ്പൊ ശരി, ഇനി അച്ചപ്പൂ ഇങ്ങനെ വരുന്നുണ്ടോന്ന് വിചാരിച്ചു ഞാൻ. അല്ല, ഓക്കെ. ഓക്കേടാ, താങ്ക് യു സോ മച്ച്. അതേ രമ്യ എന്തോ ചോദിക്കണം അത്ര. ഓക്കെ ചേച്ചി, ഞങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ വാണി ചേച്ചിയാണോ ബാബുചേട്ടനാണോ ആദ്യം ഇവരുടെ പ്രണയം പറഞ്ഞത്? രണ്ടുപേരോട് ചോദിക്കുമ്പോ രണ്ടുപേരും ഉരുണ്ട് കളിക്കുക. ചേച്ചിക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാലോ? അത് ബാബു തന്നെയാണ്. അറിയാതെ വന്ന പറ്റിയ ഞാൻ പറയാം, ബാബു തന്നെ ആയിരിക്കും. ബാബു തന്നെ എന്ന് പറയാൻ കാരണം ഇതില് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പറയണമല്ലോ. ഒരു പ്രണയത്തിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഭയങ്കര രസകരമായ ഒരു സിറ്റുവേഷൻ ആണ്. വാണിയുടെ ഇവര് ഗാങ് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനില് വാണി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ പ്രണയം തുടങ്ങുന്നത്. പ്രണയം തുടങ്ങുമല്ല, അവർ തമ്മിൽ പരിചയപ്പെടുന്നത് അവിടെ വെച്ചാണ്. പരിചയപ്പെട്ട് അവിടെ ഒരു ഫൈറ്റ് സീൻ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വാണിയുടെ കാലില് ഒരു ലൈറ്റ് വീണു.
ഓക്കെ. വലിയൊരു ആക്സിഡന്റ് പറ്റി. അവിടുന്ന് ബാബുവാണ് നായകൻ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ആളെ നന്നായിട്ട് കെയർ ചെയ്തു. വാണിയെ നന്നായിയൊക്കെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു ഹോസ്പിറ്റലിലൊക്കെ. അപ്പോ ആ ഒരു കെയർ ഒക്കെ കണ്ടപ്പോ ഒരു ഇഷ്ടം, ഒരു പ്രണയം എന്ന് പറയാൻ പറ്റൂല, ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടാവും. ആ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു റാണി, ഈ ബാബുരാജിനെ അറിയാമോ എന്നോട് ചോദിച്ചു. പിന്നെ ഫ്രണ്ടാ ബാബു, വാണിയേക്കാളും മുമ്പേ ബാബുവിന്റെ ഫ്രണ്ടാ. അപ്പൊ ഞാൻ പറയാം ബാബുവിനെ അറിയാം. എന്താന്ന് വെച്ചപ്പോ ഞാൻ ബാബുരാജാണ് അത്, അവരാണ് എന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല കെയറിങ് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ഇവരുടെ ബന്ധത്തിന്റെ ഒരു തുടക്കം. അതല്ലേ സത്യം? അതാണ് സത്യം. ഓക്കെ, അപ്പൊ താങ്ക് യു ചേച്ചി, താങ്ക് യു കേട്ടോ. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കൊരു ദിവസം നേരിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ ബൈ. ഓക്കെ, അപ്പൊ അവിടെ നിന്നായിരുന്നു പ്രണയത്തിന്റെ തുടക്കം. യെസ്, ഓക്കെ. കെയർ ചെയ്ത് ബാബുചേട്ടൻ അങ്ങനെ വാണി വിശ്വനാഥിന്റെ മനസ്സൊക്കെ കീഴടക്കി. ഓക്കെ, ശരി. ഇനി ഞാൻ ഫസ്റ്റ് പറഞ്ഞതിന്റെ ഉത്തരം പറഞ്ഞു. പോലീസ് ആകുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം, ഒരു പക്ഷെ ആവുകയാണെങ്കിൽ ഈ ആളെ കൊണ്ട് എന്ത് സാധിക്കും, ആ സാധ്യതന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടല്ലോ, സാധിക്കും എന്നുള്ള കാര്യം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും 100%. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു പോലീസ് ആണെങ്കിൽ ഒരു വില്ലനെ അടിച്ചു വീഴ്ത്താനൊക്കെ അങ്ങനെ പറ്റുമോ? പറ്റിയിരിക്കും. പറ്റിക്കും. ഓക്കെ, എന്നാ ഞാനൊരു വില്ലനെ തന്നാലോ? വില്ലനെ? ഓ, ഡയറക്റ്റ് ഇപ്പൊ തരും ഞാൻ. ചേച്ചി, ഇത് സർപ്രൈസിന്റെ വേദിയാണ്. റെഡി ചേച്ചി? റെഡി. ചേച്ചി, നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇങ്ങനെയാണ് ചേച്ചി ഓരോ സർപ്രൈസസും വന്ന് ലാൻഡ് ചെയ്യണത്. ഒരുപാട് വർഷങ്ങൾ ലാസ്റ്റ് പടം വാരി വലിച്ച് എന്നെ ഇടിച്ചു ഷിപ്പ്യാർഡിലിട്ട്. ചേട്ടാ, എത്രയോ ഇടി ഈ വാണി ചേച്ചി. എനിക്ക് മമ്മൂക്ക ലാലേട്ടൻ അല്ലാണ്ട് ഒരു അന്നത്തെ സൂപ്പർ സ്റ്റാർ അതെ വാണിയുടെ അടി കിട്ടുന്നത് ആ പടം. അത് ആ ക്യാരക്ടർ പോലീസ് ഓഫീസറാണ്, പക്ഷെ അതിനകത്ത് ഭ്രാന്തിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ബേബി സ്റ്റേവട്ടിന്റെ റീമേക്ക് ആണ്. ജെയിംസ് ബോണ്ട് ഫൈറ്റ് വന്നിട്ട് വില്ലേട്ടനാണ് ക്യാമറ. വാരി വലിച്ചിട്ട് അടി എന്ന് പറഞ്ഞ അമ്മാതിരി അടി കിട്ടി. എനിക്കിപ്പോ ആലോചിക്കുമ്പോ ചിരി തോന്നുന്നു, വിഷമം തോന്നുന്നു, ചിരി തോന്നുന്നു. അല്ല, പക്ഷെ ഇതെല്ലാം ഏറ്റുവാങ്ങി പാവം ബൈച്ചേട്ടാ ഈ മമ്മൂക്കി ലാലേട്ടനൊക്കെ ഇടിക്കുന്നതിന്റെ അതിനെക്കാട്ടിലും പവർഫുൾ ആയിരുന്നു. ഇത് ഒരു ഒറിജിനൽ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല അടി എന്ന് പറഞ്ഞാൽ നല്ല ഇടി കിട്ടിയത്. പിന്നെ അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ഒരു ഇനോഗ്രേഷന് പോയത് ഓർമ്മയുണ്ടോ? തോപ്പുംപടിയിലെ ഒരു ജ്വല്ലറി, ഞങ്ങൾ ജെയിംസ് ബോണ്ട് പടത്തിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് ഇനാഗ്രേഷൻ പരിപാടിക്ക് അന്ന് പോയി. അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇല്ല അന്ന് ഇന്നൊരു സർപ്രൈസ് തരണോന്ന് പറഞ്ഞിട്ടുണ്ട്. വാണി ആയതുകൊണ്ട് സത്യം വാണിയുണ്ട്, രമ്യയുണ്ട്. രണ്ടും വർഷങ്ങൾക്കായിട്ടുള്ള, രമ്യ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള അറിയാം. അതെ അതെ അതെ. ഓക്കെ ചേച്ചി, ഇത്തരത്തില് ഇപ്പൊ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ സിനിമകൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഇപ്പൊ സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ കുറെ കൂടെ ടെക്നോളജി വളർന്നു. നമ്മുടെ ഫിലിം സെറ്റും എല്ലാം സപ്പോർട്ടിംഗ് സിസ്റ്റം ഇപ്പൊ കൂടുതലായിട്ടുണ്ട്. പക്ഷെ നിങ്ങളിപ്പോ ഒരുമിച്ച് ചെയ്തിരിക്കുന്ന അന്നത്തെ കാലത്തെ സിനിമകളിൽ ഈ പറയുന്ന ഇടി കൊടുക്കുക അല്ലെങ്കിൽ ഈ ഫൈറ്റ് സീൻ ഒക്കെ വരുമ്പോൾ അതിനകത്ത് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു? കുറവായിരിക്കും. ഇപ്പോഴത്തെ സംബന്ധിച്ച് കുറവാണ്, വളരെ കുറവാണ്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അങ്ങനെ തെറ്റിൽ കൊണ്ടിട്ടില്ല എന്നാണ് ഇതുവരെ എന്റെ ഒരു വിശ്വാസം. ഈ ഫൈറ്റ് സീൻ ഒക്കെ പറയുമ്പോൾ അതിന് ടൈമിംഗ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും മുഖ്യമുള്ള ഒരു സംഭവമാണ്. അപ്പൊ ചേച്ചി അടിക്കുന്ന സമയത്ത് ചേട്ടൻ ഫേസ് ഇങ്ങോട്ട് ചെയ്തത് ഒരു സെക്കൻഡ് ചേട്ടൻ ചെയ്യാൻ ഡിലേ ആയാൽ കറക്റ്റ് ചേച്ചിയുടെ അടി. അപ്പൊ അതിപ്പോ വാണിയുടെ അല്ലെങ്കിൽ ചെയ്യുന്ന ഓപ്പോസിറ്റ് ക്യാരക്ടറിന്റെ കുഴപ്പമില്ല, നമ്മുടെ കുഴപ്പമാണ്. ടൈമിംഗ് നമ്മൾ തെറ്റി ചിലപ്പോൾ അടി കിട്ടിയാൽ അത് നമ്മുടെ കുഴപ്പമാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റിന്റെ കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ കുറെ അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ എന്തോ ഇന്റർവ്യൂവിൽ പറഞ്ഞു, എന്റെ അടുത്ത് ഒരുപാട് ഫൈറ്റേഴ്സും ആർട്ടിസ്റ്റുകളല്ലാതെ ഫൈറ്റേഴ്സും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെക്കും ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ. കാരണം നായിക നടിമാർ ഒരുപാട് പേര് ഫൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ ആരുടെ കയ്യിൽ നിന്നും അങ്ങനെ കൊണ്ടിട്ടില്ല. അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് തെറ്റി കൊണ്ടിട്ടുണ്ട്, പക്ഷെ വാണി ചേച്ചിയുടെ കയ്യിൽ നിന്ന് മാത്രം കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ജീവിതത്തിലും ആ ടൈമിൽ ഫൈറ്റ് എനിക്ക് തോന്നുന്നു അന്ന് തെലുങ്കിൽ വിജയശാന്തിയുടെ മലയാളത്തില് അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് വാണി തന്നെയാണ്, അന്ന് വാണിയാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കുട്ടിയാണ്, കുട്ടിയാണ് അതിനകത്ത് മെയിൻ ലീഡ്.
അപ്പോൾ അത് വാണിയുടെ മോനാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ ഒരു മെന്റൽ ക്യാരക്ടറായിട്ട് പോലീസ് ഓഫീസറാണ് ആ ക്യാരക്ടർ. അങ്ങനെ കൊച്ചിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പിടിയുണ്ട്, പിടിയും വലിയും. നമ്മൾ ഷിപ്പ്യാർഡിനകത്താണ്, ക്രൈനിലൊക്കെ കൊച്ചിനെ രക്ഷിക്കുന്ന ഒരു സംഭവമാണ് അതെ കുഞ്ഞിനെ അങ്ങനെ ഇത് പറ്റിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്നുള്ള പോലെയൊന്നും അന്നില്ല. അന്ന് ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻ കേസ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും അട്ടിക്കിട്ടി പോയി വീഴുവാണ്. അതിൻ്റെയൊക്കെ ഇപ്പൊ കുറേശ്ശെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക്. അന്ന് അങ്ങനെ ഫൈറ്റേഴ്സ് മാത്രമേ അങ്ങനെ ഇത് ചെയ്യുള്ളൂ. പക്ഷെ അതിന്റെ ക്യാമറമാനൊക്കെ വലിയേട്ടൻ എന്നൊക്കെ പറയുന്ന സ്പടിയും അങ്ങനെയൊക്കെ ചെയ്ത ആളാ. പുള്ളിയൊക്കെ നാച്ചുറൽ പരിപാടി അന്ന് അങ്ങനത്തെ ഇതായിരുന്നു. വൈശാഖ് അറിയുന്ന ഇപ്പൊ ഇൻഡസ്ട്രിയിൽ തന്നെയും നിങ്ങൾ തമ്മിൽ ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും വാണി ചേച്ചിയൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള താരങ്ങൾ സെലിബ്രിറ്റീസിൽ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധനയൊക്കെ ഉണ്ടാവാറുണ്ട്. വാണി ചേച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശ്രീ AK ആന്റണി അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു താരമാണ് ചേച്ചി. അതുപോലെ രവീന്ദ്രൻ മാഷ് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഭയങ്കര. അതേപോലെ നമുക്കറിയുന്ന സെലിബ്രിറ്റീസിൽ ചേട്ടനൊക്കെ നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞ ആക്ടറിനോട് ഒരു ആരാധന തോന്നിയിരിക്കുന്ന ആക്ടേഴ്സ് അതാരൊക്കെയായിരിക്കും വൈശാഖ് അറിയുന്നതില്? വാണിയോട് ആരാധന തോന്നിയിട്ടുള്ള മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വാണിക്ക് ഇല്ല, വാണിയുടെയൊക്കെ ഒരു എൻട്രി എന്ന് പറയുന്നത് അന്നത്തെ ഒരു എൻട്രി എന്ന് പറഞ്ഞാല് ഇന്നിപ്പോ ഉള്ള പോലത്തെ ഒരു എൻട്രി ആയിരുന്നില്ല അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്യാരക്ടർ ചെയ്യുക, അതിനേക്കാൾ ഉപരി അഭിനയം അടിപൊളിയായിട്ട് അഭിനയിക്കുന്നു, ഒപ്പം ഫൈറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ചെയ്യുന്നു, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്കൊന്നും മലയാളത്തിൽ പിന്നെ അങ്ങനെ ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ ആരാധന എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നതിനോടൊരു ഇഷ്ടം നമുക്ക് എല്ലാവർക്കും തോന്നും അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ എല്ലാം. അതൊരു എന്താ പറയാ. പക്ഷെ അന്നത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞ സിനിമയിലുള്ള ഒരു ലൈഫും നമ്മൾ അന്നും ഇന്നും ഒക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നോണ്ട് അങ്ങനത്തെ ഒരു ഇത് ഭയങ്കര രസമായിരുന്നു അന്ന്. കുറച്ചുകൂടെ ലൈവ് ആയിരുന്നു, കുറച്ചുകൂടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇന്നിപ്പോൾ സത്യസന്ധത ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ പോലും എല്ലാവരുമായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ആയിരുന്നു, ഒരു ഫാമിലി പോലെയൊക്കെ. അത്രയും ഇന്നത്തേക്കാൾ കൂടുതൽ അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു എല്ലാം. അതെന്ന് ഞാൻ ചേച്ചി ഇപ്പൊ ഏകദേശം ഒരു 10 വർഷത്തോളം ഗ്യാപ്പ് എടുത്തിട്ടില്ലേ സിനിമയിൽ അഭിനയിക്കാതെ? ഈ ഒരു 10 വർഷം കാലയളവിൽ ബൈച്ചേട്ടാ നമ്മൾ കണ്ടുപോയ കുറെ സിനിമകളില് എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ ഇത്രയും പരിചയം കൊണ്ടുള്ള സ്ഥിതിക്ക് ചേട്ടൻ ഏതെങ്കിലും ഒരു സിനിമ കണ്ടപ്പോ തോന്നിയിട്ടുണ്ടോ ഇത് വാണി ചെയ്തിരുന്നെങ്കിൽ? ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. വാണി എന്ത് 10 വർഷം മാറി നിന്നേന്ന് എനിക്കറിയില്ല, ഞാൻ അതിന്റെ കാര്യത്തിലേക്ക് പോകുന്നില്ല. ആ ടൈമിലൊക്കെ വാണിക്ക് ചെയ്യാവുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയാ, അന്ന് വാണിക്ക് ഒരുപാട് അങ്ങനെ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് അന്ന് വർഷങ്ങൾ 20 വർഷമായെന്ന് തോന്നുന്നു, 20 വർഷം ആയെന്ന് തോന്നണം. അങ്ങനെ അതിനുശേഷമൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനിയും ചെയ്യാം. ഇനിയും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ആ പ്രേക്ഷകരുടെ മുമ്പിൽ വാണിക്കുള്ള ആ ഒരു സീറ്റ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ആ സീറ്റ് അതിന് പകരം വയ്ക്കാൻ ഒരാൾ എനിക്ക് തോന്നുന്നില്ല. വാണിക്ക് പകരം ആ ഒരു ക്യാരക്ടറിന് പകരം വേറെ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഈ കൂടോത്രത്തിനകത്തൊരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ഉണ്ട്. അപ്പം നമ്മളതൊരു ലേഡി ക്യാരക്ടർ അത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ. അപ്പോൾ വാണി അന്നിപ്പോൾ ഈ റൈഫിൾ ക്ലബിൻ്റെ പരിപാടിയും കാര്യങ്ങളും ഞാൻ പിന്നെ ബാബുരാജിനെ വിളിച്ചു. ബാബുരാജും അന്ന് വേറെ പടമായിട്ട് ലാസ്റ്റ് മൂമെൻറ്റിൽ അമ്മയുടെ ലാലേട്ടനായിട്ടുള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് മാറി. പിന്നെ അതിനുശേഷം വേറെ ഒരു ആർട്ടിസ്റ്റ് വന്നു ചെയ്യും. അപ്പോൾ ഇപ്പോഴും വാണിക്ക് ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാം. ഇപ്പോഴാണ് നല്ല ഇടി കൊടുക്കേണ്ട ക്യാരക്ടേഴ്സ് ചെയ്യേണ്ട സമയം. ഇതാണ് റൈറ്റ് ടൈം വാണി. അന്നത്തെ ഇത്രയും ക്രൈമും പ്രശ്നങ്ങളൊന്നും അല്ലേ. ഇപ്പൊ നല്ല എന്താ പറയാ, ഞാനൊരു വെബ് സീരീസ് ചെയ്തു, ഒരു എപ്പിസോഡ് ഞാൻ അത് കൊടുത്തു. അതിനകത്ത് ആൻ ഐഡിയൽ വുമൺഹുഡ് എന്നാണ്. സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നേരിടുന്ന 4 ഫൈറ്റേഴ്സ് ആണ് ലേഡീസ് ക്യാരക്ടർ, ഡിഫറെന്റ്. എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ അപ്രൂവലായി ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ. ഞാനത് പേര് പറയുന്നില്ല, ബാക്കിയുണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് പ്രതികരിക്കണം, അതാണ്. എൻ്റെ ഇപ്പോൾ കൂടോത്രത്തിനകത്തും 2 ക്യാരക്ടേഴ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, 2 പെൺകുട്ടികളുടെ ക്യാരക്ടേഴ്സ്. അങ്ങനെ ഇന്നത്തെ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുന്ന 2 ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ വാണിക്ക് ഇപ്പൊ സിനിമയിലും അല്ലാണ്ടുള്ള ഇപ്പോഴത്തെ റൈറ്റ് ടൈമിൽ നല്ല മെസ്സേജുകൾ കൊടുക്കണം. ഇപ്പോ വേടൻ എന്ന് പറയണ വേടന്റെ കുറെ ഇത്രയും ഫാൻസും ഇത്രയും പിള്ളേരും ഒക്കെ എത്ര പേരാണ്. എനിക്കൊന്നൊരു ഒരു ആർട്ടിസ്റ്റിനേക്കാൾ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറേക്കാൾ കൂടുതൽ ഓഡിയൻസ് അല്ലെങ്കിൽ കാണികൾ ഇന്ന് അവന്റെ ഷോയ്ക്ക് പോകുന്ന ഇന്ന് നടക്കുന്ന റൈറ്റ് ഇഷ്യൂ അവൻ പേടിയില്ലാതെ പറയുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ വാണീനെ പോലുള്ളവർ സംസാരിച്ച് ഇന്നത്തെ കുറേ പ്രശ്നങ്ങൾക്ക് കുറേ ഒരു അറുതി വരും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യേണ്ടതാണ്. വേറെ ഒന്നുമില്ല. എന്തായാലും സന്തോഷം. ഒരുപാട്
എന്നാലും സിനിമകൾ ഞങ്ങൾ പറഞ്ഞപ്പോ ഉണ്ടാവട്ടെ. ചേട്ടൻ ആ ഒരു തിരക്കിൽ ഇരുന്നപ്പോഴാണെങ്കിലും ചേട്ടന് ഒരു പക്ഷെ അയ്യോ ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞ് മാറ്റിവിടായിരുന്നു. പക്ഷെ വാണി ചേച്ചിയോടുള്ള സ്നേഹം അതുകൊണ്ട് ചേട്ടൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അത് മാത്രമല്ല എനിക്ക് ഇവരായിട്ടുള്ള വേറെ ഞാൻ എൻ്റെ മോളുടെ കല്യാണത്തിന് ശേഷം ഇവരുണ്ട് എൻ്റെ എത്രയോ മില്യൺസ് അത് കണ്ടു എന്നെ ചില അറിയാത്ത ആൾക്കാർ പോലും ലോകത്തുള്ള എല്ലാരെയും അറിയിച്ച ഒരു അതെ, ഭയങ്കര ടീമാണ് ഇവര്. ഹിറ്റായിരുന്നു. അപ്പൊ അതും എനിക്കൊരു വളരെ ഇതുണ്ടായിരുന്നു, എനിക്ക് ഇതിനകത്ത് എന്തായാലും വരണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അപ്പൊ എല്ലാ സന്തോഷം. വിജയങ്ങളും- ഒരുപാട് ഇനിയും അടിപൊളി ക്യാരക്ടേഴ്സ് വരണം, അതെ. നല്ല മെസ്സേജുകൾ കൊടുക്കണം, മാറി നിൽക്കാൻ പാടില്ല 10 വർഷം. അതെ, ഇനി ചേച്ചി മാറി നിൽക്കൂല, ചേച്ചി ഉണ്ടാവും. മാറി ഞാൻ നിൽക്കില്ല. ഇവിടെ തന്നെ ഉണ്ട് അല്ലേ ചേച്ചി? പക്ഷെ എന്താണ് അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ രഹസ്യം എന്താന്ന് ചോദിച്ചാൽ മാറി നിന്നതല്ലേ? പണ്ടത്തേക്കാളും വീണ്ടും സുന്ദരിയായി വന്ന താങ്ക് യു. അതിന്റെ രഹസ്യം അന്ന് കാണുന്നതിനേക്കാൾ സുന്ദരിയായിട്ട് ഇരിക്കുന്നു. ഓക്കെ ഓക്കെ. അതിന്റെ പിന്നിലത്തെ രഹസ്യം 2 കുട്ടികളും ബാബു ചേട്ടൻ. ഓക്കെ ശരി ചേട്ടാ, ഓക്കെ താങ്ക് യു സോ ഓക്കെ മച്ച്. താങ്ക് യു.